ഹലോ മുത്തുമണികളെ, എന്താ വിശേഷം? പിന്നെ ഇന്ന് ഇപ്പം നമ്മളെ വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തൊട്ടടുത്തുള്ളൊരു സർവീസ് സെൻ്ററിൽ വന്നതാണ്. വേറെ ഒന്നുമല്ല, വണ്ടി ഭയങ്കരമായിട്ട് ഉള്ളൊക്കെ ഭയങ്കര വൃത്തികേടാണ്. ഞാൻ മുന്നേ പറഞ്ഞില്ല, മുമ്പ് കൊണ്ടാടുന്ന ആൾ ഭയങ്കര റഫായിട്ട് യൂസ് ചെയ്തതെന്ന് തോന്നുന്നുണ്ട്. ഭയങ്കരമായിട്ട് വൃത്തിയായിട്ട് മുഖമൊക്കെ ടാണടിച്ചിരുന്നല്ലോ. അയ്യോ, ഭയങ്കരമായിട്ട് വൃത്തികേടുള്ള ഒരു കോലത്തിലാക്കിയിരുന്നു. പിന്നെ മെനിയാന്ന് മഴ പെയ്തപ്പോൾ പുറത്ത് എൻ്റെ അടുത്തൊന്നും, കാരണം എനിക്ക് റൂമിൻ്റെ അവിടെ നിന്നത് വണ്ടി ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതില്ല, സൗകര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക. അവിടെ തൊട്ടടുത്തുള്ളൊരു SLK വാഷ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഉള്ളും പുറവും വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പം ഫുള്ള് ക്ലീൻ ആക്കാന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതാട്ടോ നമ്മളെ SLK വാഷിങ് വരുന്നത് കൊടികളു എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് വരുന്നത്. ഇലങ്കയിൽ കുഴപ്പമില്ല, നല്ല സർവീസാണെന്ന് തോന്നുന്നുണ്ട്. ഓരോ വണ്ടി കാര്യങ്ങളൊക്കെ വാഷ് ചെയ്തതൊക്കെ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. പിന്നെ മെയിനായിട്ട് ഇന്നിപ്പോൾ വല്ലാണ്ട് ഓടണ്ടെന്ന് വിചാരിക്കുക. കാരണം ഇന്നലെ അത്യാവശ്യം നമ്മൾ ഓട്ടം കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഓടിക്കണം. ഇന്നലെ ഒരു 60 ട്രിപ്പ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ 4 ദിവസമല്ലേ ഓടിയിട്ടുള്ളൂ, 4 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ 60 ട്രിപ്പ് മാക്സിമം കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഓടിയാണ് ഇന്നലെ. ഞങ്ങൾ രാത്രി അങ്ങനെ ഓടിയിട്ട് 60 ട്രിപ്പും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് വന്ന് കിടന്നുറങ്ങിയതാണ്. ഇപ്പം ഇറങ്ങിയതാണ്. ഇന്നിപ്പോൾ എനിക്ക് ഒരു പുതിയൊരു ആളൊരു ഡ്രൈവർ ഒന്ന് ഇപ്പോൾ അവിടെ വന്നിങ്ങനെ അവിടെ ഫ്ലീറ്റിൽ വന്നിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അവൻ്റെ അടുത്തൊന്ന് പോകണം. അവന് അവിടെ എന്തൊക്കെ ഹെൽപ്പ് വേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് ചെയ്ത് കൊടുക്കണം. ആ ഒരു പണിയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓടാം. അവിടെ എത്തണത് വരെയുള്ള ലൊക്കേഷൻ ഞാൻ ഇടും. അത് പീനിയയിലാണ് കിടക്കുന്നത്. അപ്പം അതുവരെയുള്ള ലൊക്കേഷൻ ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ട്രിപ്പുകളൊക്കെ എടുക്കും. എന്നിട്ട് അങ്ങോട്ട് പോകും. ഓക്കെ, അവരവിടെ വാഷ് ചെയ്യട്ടെ. അവർ വാഷ് ചെയ്യണ സമയത്ത് നമുക്ക് എന്തെങ്കിലും പോയിട്ട് കഴിക്കുക. എനിക്ക് നല്ലോണം വിശക്കണുണ്ട്. ഇന്നലെ രാത്രി ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അവിടെ എവിടെയെങ്കിലും തൊട്ടടുത്ത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പോയി കഴിക്കണം. അങ്ങനത്തെ ചില്ലറ പരിപാടികളുണ്ട്. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ മറന്നുപോയി. കുറേ ആൾക്കാർ നെഗറ്റീവ് അടിക്കുന്നുണ്ട്, കുറേ ആൾക്കാർ നല്ല അടിപൊളിയായിട്ട് സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ആ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടിയത്. പിന്നെ നെഗറ്റീവൊക്കെ എപ്പോഴും നമുക്കൊരു പോസിറ്റീവായിട്ട് എടുക്കാനുള്ള മൈൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവ് ആവുകയും ചെയ്യും. വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് പോലെ. വാഷ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ഉള്ളിൽ ആ താറവിടെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാൻ വേണ്ടി അപ്പുറത്തേക്ക് മാറ്റി നമ്മളെ വണ്ടി ക്ലീനിങ്ങിന് അങ്ങോട്ട് വെച്ചു. ബാക്കിലുള്ള സ്റ്റിക്കർ പറിക്കണമെന്നുണ്ട്. പക്ഷേ ഫ്ലീറ്റിൽ നിന്ന് അവർ പറഞ്ഞത് ആ സ്റ്റിക്കർ പറിക്കരുതെന്ന്. ഞാൻ മിക്കവാറും ഒന്നത് പറിക്കും. ഭയങ്കര ബോറിംഗ് ആണ്. അവർക്ക് ചെറുതെന്തെങ്കിലും ഒട്ടിച്ചാൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഇത് വലുത് ഒട്ടിച്ച് വെച്ചിട്ട് ഭയങ്കര ബോറ്. എൻ്റെ ഉള്ളിൽ നല്ല കച്ചറ ഉണ്ടായിരുന്നു നന്നായിട്ട്. കാരണം പഴയ ആൾ പറ്റ മോശം രീതിയിലാണ് നോക്കിയത്. നമ്മൾ ഓടിക്കുന്ന വണ്ടിയാണ്, നമ്മൾ സ്വന്തം വണ്ടി അല്ലെങ്കിലും കൂടി നമ്മൾ അതിൻ്റെ രീതിയിൽ അതിൻ്റെ വൃത്തിക്ക് ഉപയോഗിക്കണം. പക്ഷേ ആൾ ഭയങ്കര മോശം രീതിയിലാണ് വണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇന്നലെ സ്റ്റിയറിംഗ് കവറൊക്കെ ഇട്ട്, അതേപോലെ തന്നെ ഒരു സ്പീക്കറൊക്കെ, മ്യൂസിക് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ സ്പീക്കറും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മളെ വണ്ടി എടുത്തിട്ട് ഒരു പുറത്തേക്ക് വെക്കണം ഇനി വാഷിങ്ങിന് വേണ്ടിയിട്ട്. അതിനുള്ളിൽ വാഷിങ്ങും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അവിടെ പ്രകൃതിയായിട്ട് താറിനെ കുളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പരിപാടികൾ അടിപൊളിയായിട്ട് നടക്കട്ടെ. വണ്ടി വൃത്തിയില്ലാതെ കൊണ്ടു നടക്കണ നമുക്ക് താല്പര്യമില്ല. പിന്നെ ഞാൻ എന്താ വെച്ചാൽ ഈ ആഴ്ച കഴിയട്ടേന്ന് വിചാരിച്ച് കാത്തുന്നതാണ്. എനിക്ക് അവിടുന്ന് കഴുകാൻ ഞാൻ കുറേ ശ്രമിച്ചു. വെള്ളം കുപ്പിയൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലുമൊക്കെ കഴുകാനും ആവാനൊക്കെ വേണ്ടിയിട്ട്, പക്ഷേ നടന്നില്ല. അപ്പം എന്തായാലും ഇനി സെറ്റാക്കണം. ഫേവറേറ്റ് വണ്ടി കേട്ടോ താറിനെ കുളിപ്പിക്കണമൊക്കെ കാണാൻ എന്താ രസമല്ലേ. ഒരു ആനക്കുട്ടിനെ കുളിപ്പിക്കണ ചന്തം. ഓ
എന്തെങ്കിലും ഇൻഷാ അല്ലാഹ് ഈ ഒരു സാധനം എടുക്കണം. എൻ്റെ അത്രയും ഫേവറേറ്റ് താറ്. താറല്ല ഫേവറേറ്റ്, താറിൻ്റെ ഏട്ടനാണ് ഫേവറേറ്റ്, റാങ്ക്ലർ. പക്ഷെ നമ്മളെ കൊണ്ട് താറെങ്കിലും എടുക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു മറ്റേ ആ വാഷ് ചെയ്യണ ബായ് ഭയങ്കര മടി. ബായിക്ക് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് പണിയെടുക്കാൻ കഴിയില്ലല്ലോ, നമുക്ക് മടിയാണല്ലോ. ആയിക്കോട്ടെ, പ്രശ്നമില്ല. നമ്മളെ വണ്ടി ഇവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട്, അടുത്തത് കുളിക്കാൻ വേണ്ടിയിട്ട്. അതിനെ കുളിപ്പിച്ചിട്ട് വേണം നമുക്ക് പോവാൻ. വണ്ടി ഇനി മാക്സിമം AC ഇട്ടിട്ട് തന്നെ ഓടിക്കണം. കാരണം ഭയങ്കരമായിട്ട് വൃത്തികേടാവുന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് ഗ്ലാസ് തുറന്നിടുമ്പോൾ തന്നെ ഉള്ളിൽ പൊടി അടിച്ച് കയറാം. ഇവിടുത്തെ റോഡുകൾ അങ്ങനെയാണ്, ഭയങ്കരമായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വാഷിങ്ങും കാര്യങ്ങളൊക്കെ, ആ താറ് വാഷ് ചെയ്യാനെ കണ്ടിട്ട് കൊതിയാവുന്നു. അതേമാതിരി ഒരു ദിവസം ഒരു താറ് വാങ്ങിയിട്ട് നമുക്ക് വാഷ് ചെയ്യാൻ കൊണ്ടാണ്. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ബോഡി വാഷിന് ഫസ്റ്റ് പറഞ്ഞിരുന്നു 350. ബോഡി വാഷ് മാറ്റിയിട്ട് ഞാൻ ഫുൾ വാഷ് ആക്കിയിട്ടുണ്ട്. അതാകുമ്പോൾ വണ്ടിൻ്റെ അടിയും എൻജിൻ റൂമും കാര്യങ്ങളും എല്ലാം വാഷ് ചെയ്ത് തരും, പോളിഷൊക്കെ ഇട്ടിട്ട്. അപ്പോൾ തൽക്കാലം അതാക്കാൻ നല്ലതെന്ന് കരുതി. അതിന് 450 റുപ്യുള്ളൂ, 100 റുപ്യേൻ്റെ മാറ്റമുള്ളൂ. ഇനിയിപ്പോൾ അത് വാഷ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ അതിന് വണ്ടിക്ക് എന്തെങ്കിലും റണ്ണിങ്ങിൽ എന്തെങ്കിലും പണി കിട്ടുമോ എന്നുള്ളതാണ് അറിയാത്തത്. എന്തായാലും നോക്കാം നമുക്ക്. നമ്മളെ വണ്ടി അവിടെ കുതിരപ്പുറത്ത് കയറിയിട്ടാ. നമ്മൾ ഓൾറെഡി മറ്റേ ഇത് പറഞ്ഞ കേസായിന്, നമ്മളെ വണ്ടി ഫുൾ ബോഡി വാഷ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയറ്റിയിരിക്കുന്ന ജാക്കിയിൽ ഇനി അതിൻ്റെ അടിയും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യും. അങ്ങനെ വാഷ് ചെയ്തൊക്കെ കഴിഞ്ഞിരിക്കണ്. ഇനിയിപ്പം മറ്റേ എന്താ പറയുക, വണ്ടി ഒന്ന് ജസ്റ്റ് തുടയ്ക്കലും പരിപാടികളൊക്കെ ഉണ്ട്.
അപ്പോൾ നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ കഴുകി ഒക്കെ സെറ്റപ്പാക്കി കുട്ടപ്പനാക്കി. എയർ ഫ്രഷ്നർ വാങ്ങാൻ പോയിട്ട് ആകെ മൂഞ്ചിപ്പോയി. അപ്പോൾ ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാനുള്ള പരിപാടിയാണ് ഫ്രണ്ടിൻ്റെ വണ്ടിയിൽ. ഇതൊക്കെയാണ് വണ്ടി. പാട്ട് സെറ്റും കാര്യങ്ങളൊക്കെ. നമ്മളെ വണ്ടിയിൽ ഇതൊന്നും ഇല്ല. എന്താ ചെയ്യുക അല്ലേ? മ്യൂസിക് ഇട്ട് അല്പം മ്യൂസിക് ആവാം. എല്ലാവരും നമ്മളടുത്ത് ചോദിച്ചിനി ഈ ആഴ്ചയിലെ അല്ലെങ്കിൽ ഡെയിലി മറ്റേ ഏണിങ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിനി. അപ്പം ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ അത് കാര്യങ്ങളൊക്കെ ഞാൻ ഏഡാക്കാം. ഞാൻ 4 ദിവസമാണ് ഞാൻ പണിയെടുത്തത്. ഈ 4 ദിവസം ഞാൻ 60 ട്രിപ്പാണ് എടുത്തത്. ഈ 60 ട്രിപ്പിൽ എനിക്ക് വരുന്ന റെന്റ് കാര്യങ്ങൾ, അതേപോലെ തന്നെ എനിക്ക് വരുന്നിട്ടുള്ള ബാക്കിയുള്ള എത്ര റുപ്യ ഏണിങ്സ്, ഞാൻ എത്ര ടോട്ടൽ ഓടി, അതിന് എത്ര ഊബറിന്റെ കമ്മീഷൻ പോയി എന്നുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഞാൻ ആഡ് ചെയ്യാം ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ള വരാൻ ആഗ്രഹമുള്ള ഡ്രൈവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. എൻ്റെ പഴയ വീഡിയോസ് കാണാത്തവരത് പോയി കാണാം. അതിലും കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് കാണാം. ഇന്നിപ്പോൾ നമ്മളത് കൂടുതലായിട്ട് ഇന്ന് ഞാൻ ഓടാൻ പോകണില്ല. ചിലപ്പോൾ രാത്രി ഒരു മൂടുണ്ടെങ്കിൽ ഇറങ്ങുകയുള്ളൂ. ഇന്നിപ്പോൾ തൽക്കാലം വണ്ടി വാഷിങ്ങും കാര്യങ്ങളും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് കുറച്ച് റെസ്റ്റ് എടുക്കണം, കാരണം ഇന്നലെ രാത്രിയൊക്കെ അങ്ങനെ ഓടിയതാണ്. അപ്പോൾ ഓക്കെ.